കൊണ്ടൊക്കെ സ്കൂളിലൊക്കെ ഒരു വാർത്തയൊക്കെ എടുക്കാൻ പോയപ്പോൾ അറിയാം, അവിടുത്തെ ഡാൻസ് ടീച്ചറാണ്. നമ്മളന്ന് മദ്രസയിലെത്തി റെസ്ക്യൂ ചെയ്ത ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയല്ലാതുകൊണ്ട് സംസാരിച്ചില്ല. ഇതാണ് ആള്, ജിതിക. ജിതിക എന്നല്ലേ? ഞാൻ ലൈവില് വന്നിട്ടുണ്ട്. ജിതികയാണോ വിളിച്ചത്? അതെ അതെ, ആദ്യം ഞാൻ അതെ അതെ കുടുങ്ങി നിൽക്കും. മദ്രസയിലല്ലേ? മദ്രസയില്. എനിക്ക് ഓർമ്മയുണ്ട്, അത് തന്നെ അവിടുന്ന് വിനീത ഇപ്പൊ പറഞ്ഞു. ജിതിക അതിനുശേഷം ഞങ്ങൾ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ജിതിക പിന്നെ ഹോസ്പിറ്റലായിരുന്നോ? അല്ല, ഞാൻ റേഞ്ച് ഇല്ലാത്തവിടെ, അതായത് ഞാൻ 1 മണിയോടെ ഈ നമ്മൾ അടുത്തുകൂടെ അങ്ങനെ അതൊക്കെ ഞാൻ വിശദീകരിച്ചതാണ് കാര്യങ്ങളൊക്കെ. അടുത്തുകൂടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുത്തിട്ട് എല്ലാവരും വിളിക്കാനാണ് ശ്രമിച്ചത്. നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ടുണ്ട്, അതായത് മേലുള്ളവരും താഴെയുള്ളവരും വിളിച്ച്. ഫസ്റ്റ് ഞാൻ ചെയ്തത് പോലീസിനെ അറിയിച്ചു. രണ്ടാമത് ചെയ്തത് നമുക്ക് സേഫായിട്ട് ആരെങ്കിലും എത്താൻ പറ്റുന്ന ആൾക്കാരാരാ അവരെ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓരോരുത്തരെ വിവരം അറിയിച്ചിട്ടുണ്ട്. മനേഷ് മൂർത്തി എന്ന് പറയും, മനേഷ് ഏട്ടൻ, 24th മനേഷ് ഏട്ടൻ. ആദ്യം എൻ്റെ ബ്രദറാണ്, അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അറിയിക്കാൻ പറ്റുന്നവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് താഴെ ഭാഗത്തുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. അതിൽ ഇവരെ മോനാണ് ഫോൺ എടുത്തത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ ഓടിങ്ങോണ്ട് നിൽക്കുക ചേച്ചി, അറിയിക്കൊണ്ടവരെയൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ മുകളിലുള്ളവരെയും വിളിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടായി പോയി, ചേട്ടായിൻ്റെ മോൾ, എൻ്റെ അമ്മായിൻ്റെ മോൻ പോയി, മോള് പോയി, ചേച്ചി പോയി, അവരൊക്കെ പോയി. എന്നിട്ട് ഞാൻ മുകളിലുള്ള ആൾക്കാരെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരും എനിക്ക് ഫോൺ കിട്ടില്ല. ഫസ്റ്റത്തെ പൊട്ടുമ്പോൾ ഒരുപാട് കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്കപ്പം അറിയാം എന്തോ സംഭവിക്കാൻ പോവുക. അവരെ കുടുംബം മൊത്തം പോയതാ. അത് ഏട്ടൻ്റെ ഇവരെ അനിയൻ്റെ മോനെ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ വിളിച്ചിട്ടുള്ളൂ, മോനെ സേഫാണോ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സേഫാണ്, ഞങ്ങൾ അവിടെ ഇരുന്നോളാം, പുഴ സൈഡൊക്കെയാണ് വീട്. അപ്പം ഞാൻ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വീട്. അവർ സേഫായിട്ട് എല്ലാ കുടുംബങ്ങളും, ഒരു 3-4 കുടുംബങ്ങൾ ഒരു വീട്ടിലാണ് അന്ന് താമസിച്ചിട്ടുള്ളത്. എന്നാൽ അതിലൊരു കുടുംബത്തിൻ്റെ വീട് ഇപ്പോഴും പോയിട്ടില്ല, ഇപ്പോഴും നിലവിൽ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരവിടെ ആയിരുന്നെങ്കിൽ സേഫ് ആയിട്ടുണ്ടാവുമായിരുന്നു. പെട്ടുപോയത് അവർ 4 കുടുംബത്തെ 3 കുടുംബത്തെ ഒരു വീട്ടിൽ നിന്നിട്ടാണ് അവർ പോയിട്ടുള്ളത്. എൻ്റെ അമ്മ ചേട്ടായിൻ്റെ മോള് ഭാര്യ, അതായത് ഇപ്പൊ സങ്കടമൊക്കെ പോയിട്ട് ഒരു മരവിച്ച അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം, ഞങ്ങള് രണ്ടാമത്തെ പൊട്ടൽ പൊട്ടിയപ്പോൾ ഭൂമി അങ്ങോട്ട് ഇളകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ അയൽവാസികളെല്ലാവരും വിളിച്ചിരുന്നു. ഓടിക്കോ എന്ന് പറയുമ്പോൾ മക്കളാണ് ആദ്യം ഇറങ്ങി ഓടി. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മദ്രസയിലേക്കാണ് ഓടാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ സാധാരണ പണ്ടും ഓരോ ഉരുൾപൊട്ടൽ വരുമ്പോഴും നമ്മൾ സേഫായിട്ട് മദ്രസയിൽ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വരും, പോലീസുകാർ വരും, നമ്മളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരും, അവിടെ ഇരിക്കും. പുഴയിലൂടെ മാത്രമേ പൊട്ടിപ്പോവുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഓടുമ്പോൾ എൻ്റെ അച്ഛന് കാല് വയ്യ. അച്ഛനെയും കൂട്ടി ഞാൻ ഓടുമ്പോൾ പകുതി ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് ഓടി. നമ്മൾ മദ്രസ ഉന്വേഷണം വെച്ചിട്ട് പോകുമ്പോൾ മദ്രസയിലുള്ള ആൾക്കാരും കൂടി ബാക്കിലോട്ട് ഓടുന്നത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച്, അവിടെ ഒരു കമ്പനി പീടിക എന്ന് പറയും പണ്ടുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ റോഡ്, അവിടെ നിന്നിട്ട് ഈ ആൾക്കാരൊക്കെ ഒരു പ്ലാൻ ചെയ്തു. എല്ലാവരും കൂടി അവിടെ 5 റോഡുണ്ട്. ഒന്ന് 10 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരു 10 ഏക്കർ റിസോർട്ടിൽ നിന്നു എന്ന് പറഞ്ഞ റോഡും, ഒന്ന് ഇപ്പുറത്ത് നമ്മൾ അമ്പലത്തിൻ്റെ റോഡും, പിന്നെ 3 റോഡുകൾ, ഒന്ന് താന്നിട്ടും, ഒന്ന് ഡിസ്പെൻസറിൻ്റെ റോഡ്, ഒന്ന് പാടിയിലേക്കുള്ള റോഡ്, അങ്ങനെ ഒരു റോഡ് കിടക്കുക. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തു, നമുക്ക് മരിക്കുകയാണെങ്കിൽ ഒപ്പം മരിക്കാം, രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒപ്പം രക്ഷപ്പെടാമെന്നുള്ള ഒരു തീരുമാനം. അപ്പം എന്തോ അങ്ങനെ ബുദ്ധി തോന്നുകയാണ് ആ ടൈമിൽ. എന്നിട്ട് എല്ലാവരും കൂടി നമ്മൾ അടുത്ത പൊട്ടൽ വരുന്നതോടുകൂടി ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ റോഡിൻ്റെ വാഗമരത്തിൻ്റെ ചുവട്ടിലേക്ക്, അത് കുറച്ച് കയറ്റത്താണ്, അങ്ങോട്ട് ഓടി പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ശബ്ദമില്ല. മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്, ഞങ്ങൾ നനഞ്ഞു കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായമായ കുറേ ആൾക്കാർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനടക്കം, കണ്ണ് കാണാത്തവരടക്കം കുറേ പ്രായമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ നമുക്ക് മരിക്കട്ടെ, അവർ കാല് കിഴക്കേണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഡിസ്പെൻസറിയിലത്തെ സിസ്റ്റർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, ചാവി എവിടെയാണ് വെച്ചിട്ടുള്ളത് ചോദിച്ചു. ഡിസ്പെൻസറിയിൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെയും കൂട്ടിയിട്ട് ഡിസ്പെൻസറി തുറന്നിട്ട് അവിടെ ഇരുത്തി. അവരെ സേഫായിട്ട് മക്കളെ അവിടെ ഇരുത്തി ഞങ്ങൾ വീണ്ടും ആ കമ്പനി പീടിയേൻ്റെ മുന്നിൽ തന്നെ നിന്നു രാവിലെ ആകുന്നവരെ.
6 മണിയായിട്ടും ഒരു ഇരുട്ട് മാറുന്നേ ഇല്ല. മാറി ഒരു വെളിച്ചം വന്നപ്പോൾ പിന്നെ കാണുന്നത് മരുഭൂമിയാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അവിടെ ഒരു ആഴം കൂടിയ സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം അല്ലേ? അതെ, ബ്രിട്ടീഷ് കാലത്ത് അടക്കം അത് ആഴം കണ്ടെത്താത്ത ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ മണ്ണുകളും എല്ലാം വന്നിട്ട് അടിഞ്ഞിട്ടും അതിന് മേളിലൂടെ ഒരു ദിവസം നടന്നു എന്നല്ലാതെ പിറ്റത്തെ ദിവസം അതേ സീതമ്മക്കുണ്ട് തന്നെ രൂപം കൊണ്ട ഒരു സ്ഥലമാണ്. ആ മരങ്ങളൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയാത്ത. പക്ഷേ ഈ പ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ അത് അങ്ങനെ ഒരു സ്ഥലമല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവർ വന്ന് രക്ഷാപ്രവർത്തകർ വന്ന് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ 3 പേരെ രക്ഷിച്ചിട്ടുണ്ട്. 3 അല്ല, ഇപ്പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഒരു 2 മക്കളെ രക്ഷിച്ചു, ഒരു ഉമ്മാനെ രക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ അവിടെ നിന്ന് 3-4 ആൾക്കാരെ നമ്മൾ രക്ഷിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ രക്ഷാപ്രവർത്തകർ വന്നിട്ട് നമ്മൾ വേറൊരു കുറുക്ക് വഴിയുണ്ട്, അതെ, അത് വഴി റോപ്പ് വഴി വീടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ സേഫ് അല്ല സാറേ. അവിടെ പോവാൻ അതെ, ഒരു ചോദ്യം വരുന്നുണ്ട്, നിങ്ങളെ വീടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ പാടി റൂമുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചവരൊക്കെ ആയിരിക്കും. എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, എനിക്ക് എൻ്റെ വിഷമങ്ങളോ ഒന്നുമല്ല. അവിടെ പല വീടുകളും നിൽക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഇനി നിൽക്കാൻ പറ്റൂല, ഭൂമി കുലുങ്ങിയതാണ്. അത് വെച്ചിട്ട് അവിടെ പാടി താമസിച്ചവരുണ്ട്, നമ്മൾ വീട് വെച്ചവരുണ്ട്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, പിന്നെ വാടകയ്ക്ക് താമസിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു ഭാവി കണ്ടിട്ട് ജീവിക്കുന്നവരാ. ഒരുപാട് സ്വർണങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളെ കെട്ടിക്കാനും വീട് പണി നടത്താനും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരായിരുന്നു ഈ മരിച്ചു പോയവരെല്ലാവരും. അവരിലെല്ലാം ഓരോരുത്തരെ അവശേഷിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ എത്ര വീട് നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ല ഇവിടെ പ്രാധാന്യം. അവിടെ ആരൊക്കെ പോയിട്ടുണ്ടോ അവർക്കൊക്കെ ഓരോ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ ഈ നിമിഷത്തിൽ നിങ്ങളോട് പറയാം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചേച്ചിയോട് അധികം ചോദിക്കുന്നില്ല. ഇവിടെ ക്യാമ്പിൽ ഓക്കെ അല്ലേ? ക്യാമ്പിലെല്ലാം ഓക്കെയാണ്, എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും. ഫാമിലിയിൽ അല്ല, എല്ലാവരും റിലേറ്റീവാണ്. അതായത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ നിന്ന് വേറൊരു കുടുംബത്തിലേക്ക് പെണ്ണെടുക്കുക, അങ്ങനെ ഒരു റിലേഷനാണ് അവിടെ. മൊത്തം ഒരു കുടുംബം, മുസ്ലിം ആൾക്കാരടക്കം നമ്മളെ കുടുംബമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ നാടിനുണ്ട്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണെടുത്താൽ ഈ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് കൊടുക്കുക, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. വേറെ പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയമല്ല, മതമല്ല, അങ്ങനത്തെ ഒരു നാടാണത്. ആ നാട് മതിലുകളില്ലാത്ത ഒരു അതെ, അങ്ങനത്തെ ഒരു നാട്. ഞാൻ പല സ്ഥലത്ത് ഞാനൊരു അത്ലറ്റുമാണ്, ഞാൻ വുഷു പ്ലെയറാണ്, അതിന് ഡാൻസ് ടീച്ചറുമാണ്, വുഷു പ്ലെയറാണ്, ഡാൻസ് ടീച്ചറുമാണ്. ഇപ്പൊ കേലോ ഇന്ത്യ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കുട്ടികളെയൊക്കെ ഒന്ന് ഈ സമയത്തെ അങ്ങനെയുള്ള ഒരാൾ. അതെ, ഞാൻ അത് പറയാൻ കാരണമൊന്നുമല്ല, ഞാൻ പല സ്ഥലത്തും പോകുന്നതാണ്, പല ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. അവരോടൊക്കെ ഞാൻ പറയും എൻ്റെ നാട്ടിലേക്ക് വരണം, എൻ്റെ നാട് കാണണം, ഒരുപാട് ഭംഗിയുള്ള നാടാണ്. ഇങ്ങനത്തെ നാട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് തലേ ദിവസം പോലും എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് നാടിനെ കുറിച്ച് അത്രമേൽ അഭിമാനിച്ചിരുന്നു എന്നതുകൊണ്ടാണ് ആ നാടിന് അങ്ങനെ പറ്റിയതെന്നാണ് ഇപ്പം ഞങ്ങൾ പറയുക. കാരണം അതൊരു സ്വകാര്യ അഹങ്കാരമായിരുന്നു ചൂരൽ മല അല്ലേ. ഞങ്ങൾ തന്നെ അത് കാണുമ്പോഴേ ഇപ്പം ദുരന്തമുഖത്താണെങ്കിൽ പോലും ഒരു ഭാഗത്ത് അതിൻ്റെ വശ്യത നമുക്കിപ്പോഴും നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ എല്ലാവരും എൻ്റെ നാട്ടിലേക്ക് ഞാൻ എപ്പോഴും സ്വാഗതം ചെയ്യും. ഞാൻ ഏത് ക്യാമ്പിൽ പോയാലും തിരുവനന്തപുരത്ത് എല്ലാവിടെയും എനിക്ക് ബന്ധങ്ങളുണ്ട്. അവരൊക്കെ വരാം എന്ന് പറഞ്ഞു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട് എനിക്ക് പരിചയക്കാർ. അവരൊക്കെ വരാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് മുണ്ടക്കായി എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ടൂറിസം തുടങ്ങിയതിൻ്റെ ശേഷം ഏകദേശം മുണ്ടക്കായി കാണാത്ത ആൾക്കാർ ഈ കേരളത്തിലല്ല, ഇന്ത്യയിലില്ലാന്ന് എനിക്ക് തോന്നുന്നത്. റീലുകളൊക്കെ അത്ര ഭംഗിയുള്ള റീലുകൾ. അതെ, നല്ല പോലെയുള്ള അവർ കാണാൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കണ്ടവർക്കറിയാം, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ശരി കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്ത ഈ പേരെനിക്കറിയാം, ദീപക് ഇതേപോലെ ഞാനൊരു ദിവസം ഡാൻസ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ ഈ മുണ്ടക്കായി ടൗണിൽ നിന്ന് ദീപക്കിനെ ഞാൻ കണ്ടിരുന്നു. ദീപക് എന്നോട് ചോദിച്ചു, ഉരുൾപൊട്ടിയ മർദായ ഇടയ്ക്കയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അന്ന് ഉരുൾപൊട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനാണ് വഴി പറഞ്ഞു കൊടുത്തത്. അന്ന് ഞാൻ ഫോൺ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഒരു മിസ് കോൾ അടിച്ചപ്പോഴാണ് ആ നമ്പർ എൻ്റെ ഇതിൽ സേവാണ്. അന്ന് ഉരുൾപൊട്ടിയിരുന്നു. അന്നത്തെ ന്യൂസ് എടുക്കാനാണ് നമ്മളെ ദീപക് വന്നിട്ടുണ്ടായിരുന്നത്. താങ്ക് യു. ജിതികയാണ് ആദ്യം നമ്മളെ വിളിക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുൾ റസാഖിൻ്റെയും നൂറുദ്ദീൻ്റെയും ഒക്കെ കൂട്ടത്തിൽ ആദ്യം നമ്മളെ വിളിച്ചത് ജിതികയാണ്. അപ്പോൾ ജിതിക വിളിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ നമുക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാര്യം എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നു, എന്താ അവസ്ഥയെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ജിതിക അത് പൂർണ്ണമായും വിശദീകരിക്കുമ്പോഴാണ് ആ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്.
ചേച്ചി ഒക്കെ ശരിയാവും. അപ്പൊ എല്ലാവർക്കും തുല്യമായി ഇനി തരാൻ പോകുന്ന വീടായാലും അവർക്ക് സുരക്ഷിതമായി നിൽക്കാൻ നമ്മൾ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഉണ്ടാവുന്ന ദിവസങ്ങൾ ഇനി സേഫായി സുരക്ഷിതമായിരിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ.